Hi all, welcome to iPlus. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുള്ള കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. എങ്കിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, if we view a cyan colored object in magenta light, it will appear in which color? ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? നമുക്കൊരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? ആ ഒബ്ജക്റ്റിന്റെ കളർ എന്താണ്? സയാൻ കളർ ആണ്. അത് ഏത് ലൈറ്റിലാണ് കാണിക്കുന്നത്? അത് മജന്ത ലൈറ്റിലാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഏത് കളറിലായിരിക്കും വിസിബിൾ ആകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കളറിന്റെയും പ്രത്യേകത എന്താണ്? രണ്ടും സെക്കൻഡറി കളറാണ് അല്ലെ? മജന്ത ആണെങ്കിലും സയാൻ ആണെങ്കിലും സെക്കൻഡറി കളറാണ്. അപ്പൊ ഈ സെക്കൻഡറി കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൈമറി കളേഴ്സ് കൂടി ചേർന്നതാണ്. ഓക്കെ, അപ്പൊ സയൻ ആണെങ്കിൽ ബ്ലൂവും ഗ്രീനും കൂടെ കൂടി ചേരുന്നതാണ്. ക്ലിയർ ആയല്ലോ? അതേ സമയത്ത് മജന്തയാണെങ്കിൽ ബ്ലൂവും റെഡും കൂടെ കൂടി ചേരുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു കളർ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടിലും ഉള്ള കളർ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. സോ ഇവിടെ മജന്ത കളറിലുള്ള ബ്ലൂവ് അതുപോലെ തന്നെ സയാൻ കളറിലും എന്തുണ്ട്? ബ്ലൂ ഉണ്ട്. ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മജന്ത ലൈറ്റ് അടിക്കുമ്പോൾ ഏത് കളറിലാണ് വിസിബിൾ ആകുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കളറിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്ലൂ കളർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു കളക്ട് ഡിസ്റ്റിലൈറ്റ്, ടു സെപ്പറേറ്റ് ഫ്രാക്ഷൻ, ടു ഹീറ്റ് മിക്സർ, ടു കണ്ടൻസ് വേപ്പർ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ടു സെപ്പറേറ്റ് ഫ്രാക്ഷൻ ആണ് അല്ലെ? ഫ്രാക്ഷണൽ ഡിസ്ലൈസേഷനിൽ ഫ്രാക്ഷനേറ്റിംഗ് കോളം യൂസ് ചെയ്യുന്ന എന്തിനാണ്? ടു സെപ്പറേറ്റ് ഫ്രാക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം എവിടെയാണ് ഫ്രാക്ഷണൽ ഡിസ്ലൈസേഷൻ യൂസ് ചെയ്യുന്നത്? ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനെ, അവിടെ എന്താണ്? ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫ്രാക്ഷണൽ ഡിസ്ലൈസേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്രാക്ഷണൽ ഡിസ്ലൈസേഷനിൽ ഈ ഫ്രാക്ഷനേറ്റ് കോളത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ് ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞവ എന്ത് സംഭവിക്കും? അത് ആ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ മുകളിലേക്ക് പോകും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് വേർതിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെപ്പറേറ്റിംഗ് ഓഫ് മിക്സേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ സിലബസിലെ ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലെ സെപ്പറേഷൻ ഓഫ് മിക്സേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു ഫിസിക്സിൽ നിന്നുള്ള ഒരു ചെറിയ പ്രോബ്ലം ആണ്. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓഫ് മാസ് 10 kg ചേഞ്ചസ് ഫ്രം 60 meter per second to 20 meter per second in 4 seconds. If so, the force applied is. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നുണ്ട്? മാസ് എന്ന് പറയുന്നത് 10 kg ആണെന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി എവിടെ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു? 60 meter per second നിന്ന് 20 meter per second ചേഞ്ച് ചെയ്യുന്നു 4 സെക്കൻഡിനുള്ളിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് എഴുതാം. എം എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 kg ആണ്. ഓക്കെ, വെലോസിറ്റി തന്നിരിക്കുന്നു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 60 meter per second ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ആണ് u എന്ന് പറയുന്നത്. ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 20 meter per second ആണ്. ഓക്കെ, 20 meter per second ആണ്. ഇനി നമുക്കറിയാം അല്ലെ, ഇവിടെ പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ടൈം തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്.
ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫോഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ വെച്ച് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ന്യൂട്ടൺസ് ലോയിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, മാസ് നമുക്കറിയാം, പക്ഷെ എന്താണ്, ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടില്ല. പക്ഷെ എന്താണ്, ഈ ഒരു വാല്യൂസിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ v മൈനസ് യു ബൈ ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടത്തില്ലേ? കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ v എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 60 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 40 ഡിവൈഡഡ് ബൈ 4. മൈനസ് 40 ആണ്, 20യിൽ നിന്നാണ് 60 മൈനസ് ചെയ്യുന്നത്. സോ ഇവിടെ മൈനസ് 40 ആണ് വരുന്നത്. മൈനസ് 40 ബൈ 4 എന്ന് പറയുന്നത് ആക്സിലറേഷൻ എത്ര എന്ന് കിട്ടും? മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇത് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് F ഈക്വൽ ടു എം എ ആണ്. എം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 10. എ നമ്മൾ കണ്ടുപിടിച്ചു, -10. സോ ആൻസർ വരുന്നത് എത്രയാണ്? 100. -100 ആണ്. ഇനി ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഇവിടുത്തെ ആൻസർ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, -100 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രോബ്ലം ആണെങ്കിലും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് ബോയിൽസ് ലോ സ്റ്റേറ്റ്? ഇവിടെ കുറച്ച് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ബോയിൽസ് ലോ പറയുന്ന അല്ലെങ്കിൽ ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ? P1 V1 ഈക്വൽ ടു P2 V2 ആണ്. അതായത് ബോയിൽസ് ലോയിൽ എന്താണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്? അവിടെ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ P ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏതാണ്? V. അതായത് അവിടുത്തെ പ്രഷറും വോളിയവും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ PV ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? PV ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? P1 V1 ഈക്വൽ ടു a constant, then P2 V2 equal to a constant. അങ്ങനെയാണെങ്കിൽ എന്താണ്? P1 V1 equal to P2 V2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. നമുക്ക് 3 ലോയും, നമ്മൾ 10th പഠിക്കുന്ന 3 ലോയും ഇമ്പോർട്ടന്റ് ആണ്. ബോയിൽസ് ലോ പറഞ്ഞു. അതുപോലെ തന്നെ ചാൾസ് ലോ ആണെങ്കിൽ അവിടെ എന്താണ്? അവിടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. എന്താണ്? പ്രഷർ ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് അവഗാഡ്രോ ലോ ആണ്. അവഗാഡ്രോ ലോയുടെ പ്രത്യേകത എന്താണ്? അവിടെ പ്രഷറും ടെമ്പറേച്ചറും എന്താണ്? കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്, ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഈ 3 ലോസും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് മാറി മാറി തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ നൽകിയിരിക്കുന്ന ഫോട്ടോസിന്തസിസ് ഉണ്ട്, റെസ്പിറേഷൻ, ഫെർമെന്റേഷൻ, ട്രാൻസ്പിരേഷൻ. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? കൺവേർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടു എ ഓർഗാനിക് കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ അല്ലേ? ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, റെസ്പിറേഷനിലാണെങ്കിൽ അവിടെ ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്ത് എനർജി റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എനർജി റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ അല്ല നടക്കുന്നത്, മറിച്ച് അവിടെ ബ്രേക്കിംഗ് ആണ് നടക്കുന്നത്. ഇനി ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റാബോളിക് പ്രോസസ് ആണ്. അവിടെ എന്താണ്? ഷുഗർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ഒന്നെങ്കിൽ ആസിഡോ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ്? ആൽക്കഹോളോ ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പിരേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ മൂവ്മെന്റ് ആണ് അല്ലെ? ഈ ഒരു പ്ലാന്റ്സിൽ കൂടെയുള്ള വാട്ടർ വേപ്പറൈസേഷൻ ചെയ്യുന്നത് വഴിയായിട്ടുള്ള വാട്ടറിന്റെ മൂവ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
A person is suffering from hypermetropia. One of the reason can be hypermetropia എന്ന് പറഞ്ഞ രോഗാവസ്ഥയ്ക്കുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഏതൊക്കെ തന്നിട്ടുണ്ട്? The size of the eyeball is too long for the power of the eyelids. The power of the eyelids is too high. The focal length of the eyelids is too high. The focal length of the eyelids is much less. ഏതാണ് ആൻസർ വരുന്നത്? ഈ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോങ് സൈറ്റ്നെസ് ആണ്. അതായത് ലോങ് സൈറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, അതേ സമയത്ത് അടുത്തുള്ള വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കില്ല. അതാണ് എന്ത്? ലോങ് സൈറ്റ്നെസ്. ഓക്കെ, അപ്പൊ ഈ ഹൈപ്പർമെട്രോപ്പിയ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത്തിരി പ്രായമായവര് അവരെന്ത് ചെയ്യുക, അവർ പത്രമൊക്കെ കണ്ണടയില്ലെങ്കിൽ പത്രമൊക്കെ അകത്തി പിടിച്ച് വായിക്കുന്നത് കാണാം. അതെന്തുകൊണ്ടാണ്? അവർക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ കണ്ണിലെ ലെൻസിന്റെ കർവ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് എന്താണ് അടുത്തുള്ള വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കില്ലാത്തത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐലൻഡ്സ് ഈസ് ടു ഹൈ. എന്തായിരിക്കും? ഈ ഫോക്കൽ ലെങ്ത് കൂടുതൽ ഹൈ ആയതുകൊണ്ട് തന്നെ അത് റെറ്റിനയുടെ പിറകിലായിരിക്കും എന്ത് ചെയ്യുക? അത് പോയിന്റ് ചെയ്യുക. അതുകൊണ്ടാണ് അവർക്ക് അടുത്തുള്ള വസ്തുക്കൾ കാണാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐലൻഡ്സ് ഈസ് ടു ഹൈ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈപ്പർമെട്രോപ്പിയ അതുപോലെ തന്നെ ഷോർട്ട് സൈറ്റ്നെസ്സും ലോങ് സൈറ്റ്നെസ് ഒക്കെ എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്. ഓരോന്നിന്റെയും റീസണും അതുപോലെ തന്നെ ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. What term describe energy unavailable for work? Entropy, enthalpy, Gibbs free energy, internal energy. ഏതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എനർജി അല്ലെ, വർക്കിന് അൺഅവൈലബിൾ ആയിട്ടുള്ള എനർജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് കറക്റ്റ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ദി ഡിസോർഡർ റാൻഡംനെസ് ഇൻ എ സിസ്റ്റം അല്ലെ, ഒരു ഡിസോർഡർ ആണ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സിസ്റ്റത്തിന്റെ ഡിസോർഡർ റാൻഡംനെസ്സിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലോ, തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രോപ്പിനെ എന്തെന്ന് പറയാം? തെർമോഡൈനാമിക്സിന്റെ ഏത് ലോ ആണ്? സെക്കൻഡ് ലോ ബേസ് ചെയ്തിട്ട് സം എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ദ ഫോം ദാറ്റ് ഈസ് അൺഅവൈലബിൾ എനർജി ടു മെഷർ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എനർജി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ്? അത് അൺഅവൈലബിൾ ഫോർ വർക്ക്, അൺഅവൈലബിൾ ഫോർ വർക്ക് എന്നാണ് പറയുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, എൻട്രോപ്പി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ആണ് അല്ലെ. ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗിബ്സ് ഫ്രീ എനർജി ആണെങ്കിലോ? ഗിബ്സ് ഫ്രീ എനർജി ആണെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് എ നോൺ എക്സ്പാൻഷൻ വർക്ക് എ സിസ്റ്റം can perform at constant temperature and pressure. അതായത് ഗിബ്സ് ഫ്രീ എനർജിയുടെ വാല്യൂ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഗിബ്സ് ഫ്രീ എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. എന്തായിരിക്കും? സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. അതേ സമയത്ത് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അതൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഓക്കെ, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഇനി ഈ ഗിബ്സ് ഫ്രീ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അവിടെ എന്താണ്? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ക്ലിയർ ആയോ? അപ്പം ഇത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയാണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ ചേർന്നിട്ടുള്ള ടോട്ടൽ എനർജിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ തെർമോഡൈനാമിക്സ് ബേസ് ചെയ്തിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ വരും. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അത് കുറച്ചധികം അതിന്റെ ഇക്വേഷൻസും അതുപോലെ ലോസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ PNP ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N ടൈപ്പ് അല്ലെ, രണ്ട് P ടൈപ്പിന് ഇടയിൽ സാൻഡ്വിച്ച് പോലെ ഇരിക്കുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത്. PNP ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്, അതായത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ രണ്ട് P നടുക്ക് എന്തുണ്ടാവും, N ടൈപ്പ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണ്, എമിറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻവേർഡ് ഡയറക്ഷനിലാണ് അല്ലെ, എങ്ങോട്ടാണ്, ബേസിലേക്കുള്ള ഡയറക്ഷനിലാണ്. അതാണ് ഇവിടെ എന്ത് കാണിക്കുന്നത്, കറണ്ട് ഫ്ലോ കാണിക്കുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എമിറ്റർ ടു ബേസ് ഡയറക്ഷൻ ആണ്. സോ ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക, ഓപ്ഷൻ ബി ആണ്. അപ്പൊ മുകളിലത്തെ ഏത് ട്രാൻസിസ്റ്റർ ആണ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് NPN ട്രാൻസിസ്റ്റർ ആണ്. എന്തുകൊണ്ടാണ് അവിടെ NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്? ഇവിടെ നേരെ തിരിച്ചാണ് അല്ലെ, ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബേസിനോട് അകന്നു പോവുകയാണ് അല്ലെ, ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ് വരുന്നത്. സോ അത് എന്തിന് എക്സാമ്പിൾ ആണ്, NPN ട്രാൻസിസ്റ്ററിന് എക്സാമ്പിൾ ആണ്. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പൽ ആണ്, അത് ഡയോഡിന്റെ സിമ്പൽ ആണ്. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, NPNന്റെ ഒരു സിമ്പൽ തന്നെയാണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഔട്ടർ വേർഡ് ആണ് പോകുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. PNP ട്രാൻസിസ്റ്ററിനെ പ്രതിനിധീകരിക്കുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A body is projected vertically up with a velocity 30 meter per second. The maximum height it can reach is, ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നുണ്ട്, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി എന്താണ്, അപ്പൊ വിത്ത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു ബോഡി മുകളിലേക്ക് പോവുകയാണ്, 30 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മാക്സിമം എത്തുന്ന ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. G എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാം. 9.8 അല്ല, 10 ആയിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് ചെയ്ത് നോക്കാം. നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത്, വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലെ. വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. എത്രയാണ്, 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി. ഇനി നമുക്ക് എന്തറിയാം, G അറിയാം. G എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് എഴുതി, ശരിയല്ലേ? ഇനി നമുക്കിവിടെ ഫൈനൽ വെലോസിറ്റിയും എഴുതാനായിട്ട് പറ്റും. എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാക്സിമം ഹൈറ്റ് ആണ്. നമുക്കറിയാം എന്താണ്, മുകളിലേക്ക് എറിയുമ്പോൾ മാക്സിമം ഹൈറ്റിൽ എത്തി നിൽക്കുമ്പോൾ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ V എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ ടൈമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും, ഏത് ഇക്വേഷൻ ആണ്, V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ V സ്ക്വയർ എന്ന് പറയുന്നത്, V എന്ന് പറയുന്നത് 0 ആണ്. സോ 0 സ്ക്വയർ ഈക്വൽ ടു U എന്ന് പറയുന്നത് 30 ആണ്, 30 സ്ക്വയർ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ A എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സലറേഷൻ ഏതാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, G ആണ് അല്ലെ. അത് എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടത്തെ ആക്സലറേഷൻ എന്താണ്, ഇവിടെ വർക്ക് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്, മുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് എടുക്കും, ഈ A എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക എങ്ങനെ വരും, ഇക്വേഷൻ V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ മൈനസ് 2as. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്, മാക്സിമം ഹൈറ്റ് ആണ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് എന്താണ്, h ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഈ വാല്യൂ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഴുതാം. എന്തെന്ന് വരും, 0 സ്ക്വയർ ഈക്വൽ ടു 30 സ്ക്വയർ മൈനസ് 2ah എന്ന് എഴുതും. ഓക്കെ, ഇവിടുത്തെ a എത്രയാന്ന് എടുക്കാം, 30 സ്ക്വയർ മൈനസ് 2
ഇൻറ്റു 10H എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? Hനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാ കണ്ടുപിടിക്കുക? അവിടെ 30 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണെന്ന് നമുക്കറിയാം, 900 എന്ന് വരും. ഇനി ഇവിടെ 2 into 10 എന്ന് പറയുന്നത് എത്രയെന്ന് വരും? 20 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം 90/2 എന്ന് പറയുന്നത് 45 മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയെന്ന് വരും? മാക്സിമം ഹൈറ്റ്, ആ ഒരു ബോഡിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ്, ഈ ഒരു വെലോസിറ്റി ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ഹൈറ്റ് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 45 മീറ്റർ എന്നുള്ളത് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടത്തെ ശ്രദ്ധിക്കുക, ഇവിടത്തെ എപ്പോഴും എന്താണ്? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ജി എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 440 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 440 gram കാർബൺ ഡൈ ഓക്സൈഡിന്റെ STPയിലുള്ള വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഈ 440 ഗ്രാമില് എത്ര മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പൊ എത്ര മോൾ ഉണ്ടെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഫസ്റ്റ് മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? മോളാർ മാസ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഇനി ഓക്സിജൻ, 2 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ ആറ്റോമിക മാസ് 16 ആണ്. സോ 2 ഓക്സിജൻ ആവുമ്പോൾ 2 into 16 എന്ന് വരും. അപ്പൊ ഇതിന് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44 എന്ന് വരും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് എത്രയാണ്? 44 ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോള് കണ്ടുപിടിക്കാം? മോളിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഗീവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ആണ് അല്ലെ? ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഇവിടെ ഗീവൺ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 440 ആണ്. ഡിവൈഡഡ് ബൈ 44 എത്ര വരും? 10 എന്ന് പറയും അല്ലെ? അതായത് 10 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ 440 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 മോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം STPയില് ഒരു മോളിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ, ഒരു മോൾ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റർ ആണ്. അത് ഏത് ഗ്യാസും ആയിക്കോട്ടെ, അത് STPയിലാണെങ്കിൽ ഒരു മോളിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ആണ്. അങ്ങനെയാണെങ്കിൽ 10 മോളിന്റെ എത്രയായിരിക്കും? 10 മോളിനെ കണ്ടുപിടിക്കാനായിട്ട് ഈസി അല്ലേ? എന്ത് ചെയ്താൽ മതി? ഈ 22.4 into 10 ചെയ്താൽ നമുക്ക് എത്രന്ന് കിട്ടും? 224 ലിറ്റർ എന്ന് കിട്ടും. അതായത് 10 മോള് കാർബൺ ഡൈ ഓക്സൈഡിന്റെ STPയിലുള്ള വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 224 ലിറ്റർ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താൽ മതി? ആദ്യമേ തന്നെ തന്നിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവിടെ മോളാർ മാസ് അറിഞ്ഞിരിക്കണം. മോളാർ മാസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന മാസിനെ ആ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും അവിടുത്തെ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ആ മോളുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യുക? STPയിലുള്ള ഗ്യാസിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഈസ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ? കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ടൂൾ സ്റ്റീൽ. ഏതാണ് കൊറോഷന് റെസിസ്റ്റ് ചെയ്യുന്നത്? ഇതിൽ ഏത് സ്റ്റീൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിൽ എന്തടങ്ങിയിട്ടുണ്ട്? അതായത് 10.5% എന്തടങ്ങിയിട്ടുണ്ട്? ക്രോമിയം അടങ്ങിയിട്ടുണ്ട്. ഈ ക്രോമിയം എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്രോമിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ക്രോമിയം ഓക്സൈഡിന്റെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ലെയർ ഫോം ചെയ്യും. ഓക്കെ, ഈ ക്രോമിയം ഓക്സൈഡിന്റെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ലെയർ ഫോം ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫർദർ ആയിട്ടുള്ള ഓക്സിഡേഷനിൽ നിന്ന് ഇവയെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് എ pH ഓഫ് എ സ്ട്രോങ് ആസിഡ്? സ്ട്രോങ് ആസിഡിന്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്കറിയാം അല്ലെ. എന്താണ് pH വാല്യൂ എന്ന് പറയുന്നത്? എങ്ങനെയാണ്, എവിടം തൊട്ട് എവിടം വരെയാണ് പോകുന്നത്? pH വാല്യൂ പോകുന്നത് 0 to 14 ആണ്. ഇതിലെ 7 എന്ന് പറയുന്നത്, വാല്യൂ 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ. 7 താഴെയുള്ളത് എല്ലാം എന്താണ്? ആസിഡ് ആണ്. ഇനി 7 മുകളിലുള്ളത് എല്ലാം എന്താണ്? ബേസിക് നേച്ചർ ഉള്ളതാണ്. ഇനി 7ൽ നിന്ന് അകന്നു പോകുന്തോറുമാണ് എന്ത് കൂടുന്നത്? അസിഡിക് ക്യാരക്ടർ കൂടുന്നത് അല്ലെ. അതായത് 0 to 1 എന്നൊക്കെ പറയുമ്പോഴാണ് സ്ട്രോങ് അസിഡിക് ആയിട്ടുള്ള ക്യാരക്ടർ വരുന്നത്. സോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഈ pH വാല്യൂ താഴോട്ട് വരും തോറും അതെന്ത് സംഭവിക്കും? ഈ ഒരു ആസിഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ മാക്സിമം H+ അയോൺ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഒരു 7ൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്യും? അവിടുത്തെ ബേസിക് നേച്ചർ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം 7ന് താഴെയുള്ളത് അസിഡിക് നേച്ചർ ഉള്ളവയും 7ന് മുകളിലുള്ളവയെ ബേസിക് നേച്ചർ ഉള്ളവയും, ഇനി 7 ആണെങ്കിൽ എന്താണ്? ന്യൂട്രലുമായിരിക്കും. ഇനി മാക്സിമം ബേസിക് ക്യാരക്ടർ എവിടം തൊട്ടൊക്കെയാണ്? 13 to 14 ഒക്കെയാണ് മാക്സിമം ബേസിക് ക്യാരക്ടർ കാണിക്കുന്ന pH വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് നോൺ മെറ്റൽ ഡസ് നോട്ട് ഫോം അസിഡിക് ഓക്സൈഡ്സ്? അസിഡിക് ഓക്സൈഡ്സ് ഫോം ചെയ്യാത്ത നോൺ മെറ്റൽ ഏതാണെന്ന് നമുക്കറിയാം. ജനറലി എന്താണ്? നോൺ മെറ്റൽസ് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്നവ അല്ലെ. എന്താണ് നോൺ മെറ്റലിന്റെ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിക് നേച്ചർ ഉള്ളവയാണ്. ഇവിടെ കാർബൺ ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും സൾഫർ ആണെങ്കിലും ഒക്കെ എന്താണ്? എന്ത് ഫോം ചെയ്യുന്നുണ്ട്? അസിഡിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്സിജനും എന്ത് തന്നെയാണ്? നോൺ മെറ്റൽ ആണ്. പക്ഷെ എന്താണ്? ഓക്സിജൻ ഒരിക്കലും ഓക്സിജനുമായിട്ട് തന്നെ റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യില്ല? അസിഡിക് ഓക്സൈഡ്സ്, അതിന്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യില്ല. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഏതെന്ന് പറയുന്നത് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നോക്കുക, നോൺ മെറ്റൽസും ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യും? അസിഡിക് ഓക്സൈഡ് ഫോം ചെയ്യും. നോൺ മെറ്റലും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് ഉണ്ടാവുന്ന ഓക്സൈഡ്സിന് അസിഡിക് നേച്ചർ ഉള്ളവയായിരിക്കും. അതേ സമയത്ത് മെറ്റലും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യുമ്പം അതെന്തായിരിക്കും? ബേസിക് നേച്ചർ ഉള്ളവയായിരിക്കും. ഓക്കെ, ബേസിക് നേച്ചർ ഉള്ളവയായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? ആൽക്കലി നേച്ചർ ഉള്ളവയായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. What role does catalyst play in chemical reaction? Chemical reactionile catalyst ന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. Increase the activation energy, decrease the activation energy, has no effect on the reaction rate, reverse the reaction. ഏതാണ് ആൻസർ? നമുക്കറിയാം അല്ലെ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ നിയന്ത്രിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കാറ്റലിസ്റ്റ്. അതെന്ത് ചെയ്യുന്നില്ല? നമ്മൾ പറയുന്നുണ്ട് ഡയറക്റ്റ്ലി കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏകദേശം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.